പശ്ചിമേഷ്യ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശത്രുത ചരിത്രത്തിലെ ഏറ്റവും ഭീതിജനകമായ യുദ്ധമുഖത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. തങ്ങളുടെ പരമാധികാര മണ്ണിലേക്ക് അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് പകരമായി മിഡിൽ ഈസ്റ്റിലെ 4 പ്രമുഖ രാജ്യങ്ങളെ ഒരേ സമയം ലക്ഷ്യമിട്ട് ഇറാൻ വൻതോതിലുള്ള സൈനിക പ്രത്യാക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നു. US താവളങ്ങളും സഖ്യകക്ഷികളും സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാന മേഖലകളിലേക്ക് ഒന്നിനു പിറകെ ഒന്നായി ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും കുതിച്ചുയർന്നതോടെ പശ്ചിമേഷ്യ മുഴുവൻ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിൽ എന്ന വണ്ണം നിലകൊള്ളുകയാണ്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഫാർസ് ന്യൂസ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഖത്തർ, ബഹ്റൈൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ജോർദാൻ എന്നീ രാജ്യങ്ങളുടെ വ്യോമാതിർത്തികളിൽ വൻ സ്ഫോടനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ രാജ്യങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളെയും തന്ത്രപ്രധാന കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ചാണ് ടെഹ്റാൻ തങ്ങളുടെ ഡ്രോൺ മിസൈൽ വ്യൂഹത്തെ നിയോഗിച്ചത്. അമേരിക്കൻ ഭരണകൂടം ഇറാന്റെ പ്രധാന നഗരങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ കടുത്ത വ്യോമാക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ ഈ അടിയന്തര തിരിച്ചടിയുണ്ടായത്. ഇറാന്റെ മണ്ണിൽ US യുദ്ധവിമാനങ്ങൾ ബോംബ് വർഷം നടത്തി മണിക്കൂറുകൾക്കകം തന്നെ ഇത്രയും വിപുലമായ ഒരു പ്രത്യാക്രമണം ഏകോപിപ്പിക്കാൻ ഇറാനു കഴിഞ്ഞു എന്നത് അവരുടെ സൈനിക സന്നദ്ധതയെയും പ്രഹരശേഷിയുമാണ് കാണിക്കുന്നത്. ഹോർമസ് കടലിടുക്കിൽ വെച്ച് ഇസ്രയേൽ സഖ്യകക്ഷിയുടെ വാണിജ്യ കപ്പലായ MV GFS ഗാലക്സി ആക്രമിക്കപ്പെട്ടതിനാണ് തങ്ങൾ ഇറാൻ നഗരങ്ങളിൽ ബോംബിട്ടതെന്നാണ് വാഷിംഗ്ടൺ നൽകുന്ന വിശദീകരണം. എന്നാൽ തങ്ങളുടെ സാമ്പത്തിക താൽപര്യങ്ങളെ സംരക്ഷിക്കാൻ എന്ന പേരിൽ ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശത്ത് അമേരിക്ക നടത്തിയ കടന്നുകയറ്റം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഇറാൻ വാദിക്കുന്നു. ഈ വൻ പ്രതിസന്ധിയുടെ ആദ്യഘട്ടം എന്നോണം ലോകത്തെ ഏറ്റവും സുപ്രധാനമായ എണ്ണക്കടത്തുപാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായും അടച്ചുപൂട്ടിയിരുന്നു. ആഗോള ഇന്ധന വിപണിയുടെ ജീവനാഡിയായ ഈ കടൽപാത ഉപരോധിച്ചതോടെ ഗൾഫ് മേഖലയിൽ യുദ്ധത്തിന്റെ കനലുകൾ ആളിക്കത്താൻ തുടങ്ങി. ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളം, UAE അൽ ദഫ്ര താവളം, ബഹ്റൈനിലെ US നാവികസേന ആസ്ഥാനം എന്നിവയ്ക്ക് നേരെയാണ് ഇറാന്റെ മിസൈലുകൾ പ്രധാനമായും പാഞ്ഞെടുത്തത്. തങ്ങളുടെ മണ്ണിൽ ഇരുന്നു കൊണ്ട് ഇറാനെതിരെ നീങ്ങാൻ അമേരിക്കൻ സൈന്യത്തിന് സൗകര്യമൊരുക്കുന്ന സഖ്യരാജ്യങ്ങൾക്കും ഇതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്ന കടുത്ത സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ നൽകുന്നത്. ഒരേ സമയം 4 രാജ്യങ്ങളിലെ വ്യോമാതിർത്തികൾ യുദ്ധക്കളമായി മാറിയതോടെ പശ്ചിമേഷ്യയിലെ വ്യോമ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. അന്താരാഷ്ട്ര വിമാന കമ്പനികൾ ഗൾഫ് മേഖലയിലേക്കുള്ള തങ്ങളുടെ സർവീസുകൾ അടിയന്തരമായി നിർത്തിവെക്കുകയോ ദീർഘദൂര റൂട്ടുകളിലേക്ക് തിരിച്ചുവിടുകയോ ചെയ്തു. പെന്റഗണും വൈറ്റ് ഹൌസും അതീവ ഗൗരവത്തോടെയാണ് ഇറാന്റെ ഈ സംയുക്ത പ്രഹരത്തെ വീക്ഷിക്കുന്നത്. ഇറാന്റെ ഉള്ളിലേക്ക് അമേരിക്ക നടത്തിയ ആക്രമണത്തിന് ഇത്രയും കടുപ്പമേറിയ മറുപടി വാഷിംഗ്ടൺ പ്രതീക്ഷിച്ചിരുന്നില്ല. തങ്ങളുടെ നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്കുകൾ പുറത്തുവിടാൻ US സൈന്യം മടിക്കുന്നുണ്ടെങ്കിലും മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ കമാൻഡ് സംവിധാനങ്ങൾക്ക് വലിയ ആഘാതമാണ് ഈ ആക്രമണം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് സൂചനകൾ. ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഇപ്പോൾ കടുത്ത നയതന്ത്ര സമ്മർദ്ദത്തിലാണ് കഴിയുന്നത്. അമേരിക്കയുമായുള്ള സൈനിക സഖ്യം തങ്ങളുടെ രാജ്യങ്ങളെ ഒരു വൻ യുദ്ധത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുമോ എന്ന ഭയം UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾക്കുണ്ട്. സ്വന്തം സുരക്ഷ മുൻനിർത്തി ഇരു വിഭാഗത്തോടും യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ അവർ അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിലും കനലുകൾ ആളിപ്പടർന്ന സാഹചര്യത്തിൽ സമാധാന ചർച്ചകൾക്കാരും തയ്യാറാകുന്നില്ല. ഇറാൻ നടത്തിയ ഈ പ്രത്യാക്രമണം പശ്ചിമേഷ്യയിലെ ചെറുത്തുനിൽപ്പ് സഖ്യങ്ങൾക്ക് വലിയ ആശ്വാസം നൽകിയിട്ടുണ്ട്. യമനിലെ ഹൂതികളും ലബനനിലെ ഹിസ്ബുള്ളിയും ഇറാന്റെ ഈ ധീരമായ സൈനിക നീക്കത്തെ പിന്തുണച്ച് പ്രസ്താവനകൾ ഇറക്കി കഴിഞ്ഞു. അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ മേഖല ഒന്നടങ്കം പോരാടേണ്ട സമയമാണിതെന്ന ആഹ്വാനമാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കുന്നത്. ഇത് വരും മണിക്കൂറുകളിൽ കൂടുതൽ മുന്നണികളിൽ നിന്ന് അമേരിക്കയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇസ്രയേലും അതീവ ജാഗ്രത പ്രഖ്യാപിച്ച് തങ്ങളുടെ അതിർത്തികളിൽ സൈന്യത്തെ വിന്യസിച്ചിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് നേരെ മിസൈൽ വർഷിച്ച ഇറാൻ തങ്ങളെയും ലക്ഷ്യം വെച്ചേക്കാം എന്ന ഭീതിയിലാണ് ടെഹ്റാന്റെ പ്രധാന ശത്രുക്കളായ ഇസ്രയേൽ ഭരണകൂടം. ആഗോള വിപണിയിൽ എണ്ണവില ക്രമാതീതമായി കുതിച്ചുയരുകയാണ്. ഹോർമുസ് കടലിടുക്ക് അടച്ചതിനു പുറമെ ഗൾഫ് രാജ്യങ്ങളിൽ സ്ഫോടനങ്ങൾ തുടരുന്നത് ഇന്ധന വിതരണം പൂർണ്ണമായും സ്തംഭിപ്പിച്ചു. ഈ സ്ഥിതി തുടർന്നാൽ ലോകമെമ്പാടും കടുത്ത ഇന്ധനക്ഷാമവും വൻ വിലക്കയറ്റവും ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളെ ഈ നയതന്ത്ര സൈനിക പ്രതിസന്ധി നേരിട്ട് ബാധിക്കും. ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾ ജോലി ചെയ്യുന്ന UAE, ഖത്തർ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളുടെ ആകാശത്താണ് മിസൈലുകൾ പറക്കുന്നത് എന്നത് പ്രവാസി മലയാളി സമൂഹത്തിനിടയിലും അവരുടെ നാട്ടിലെ കുടുംബങ്ങളിലും വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.
ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ ഈ വിഷയത്തിൽ അടിയന്തര യോഗം വിളിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ചൈനയും റഷ്യയും അമേരിക്കയുടെ ഏകപക്ഷീയമായ നിലപാടുകളെ കുറ്റപ്പെടുത്തുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ നടത്തിയ ഈ ബഹുമുഖ മിസൈൽ ഡ്രോൺ വർഷം പശ്ചിമേഷ്യയെ പൂർണ്ണമായൊരു പ്രാദേശിക മഹായുദ്ധത്തിന്റെ വക്കിലാണ് എത്തിച്ചിരിക്കുന്നത്. ഇരു വിഭാഗവും തങ്ങളുടെ സൈനിക ശക്തി പരമാവധി പുറത്തെടുക്കാൻ തുടങ്ങിയതോടെ വരും ദിവസങ്ങൾ ലോക ചരിത്രത്തിൽ നിർണായകമായി മാറും. യുദ്ധത്തിന്റെ കനലുകൾ ആളിപ്പടരുമ്പോൾ ലോകം വലിയൊരു ദുരന്തത്തിന്റെ ഭീതിയിലാണ് ശ്വാസം അടക്കി പിടിച്ചു നിൽക്കുന്നത്.